ശരി, ലിജോ റോളൻസ് കൂടി ചേരുന്നുണ്ട്. ലിജോ, ഇനി പൊതുസമ്മേളനമാണ്. റെഡ് വോളണ്ടിയർ മാർച്ച് എപ്പോഴത്തേക്ക് തുടങ്ങും? രാവിലെ മുതൽ തന്നെ പ്രവർത്തകർ കൊല്ലത്തേക്ക് എത്തിച്ചേരുന്നുണ്ടല്ലോ. ഈ എത്ര വലിയൊരു ശക്തി പ്രകടനമാക്കി ഇതിനെ മാറ്റാനാണ് സംഘാടകർ ശ്രമിക്കുന്നത്? ഒരുക്കങ്ങൾ എങ്ങനെ? സൈഫുദ്ദീൻ, ഈ പൊതുസമ്മേളനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. പൊതുസമ്മേളന വേദിക്ക് മുന്നിൽ തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടേക്ക് അതായത് സുരക്ഷാ ക്രമീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ വരുന്നത് കൊണ്ട് അക്കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, സദസ്സിലെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ഏകദേശം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. മറ്റ് കസേരകളും കാര്യങ്ങളും എല്ലാം കൃത്യമായി ഒരുക്കിയിട്ടുണ്ട്. 10,000-ഓളം കസേരകൾ ഇവിടെ ഒരുക്കുമെന്നുള്ള കാര്യമാണ് സംഘാടക സമിതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല, ആശ്രാമം മൈതാനിയുടെ ഒരു വലിപ്പം അനുസരിച്ചുകൊണ്ട് എത്ര ആളുകൾ വന്നാലും, 1,00,000-ന് പുറത്ത് ആളുകൾ വന്നാലും അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് അവിടെയും ഒരുക്കിയിട്ടുള്ളതെന്നാണ് നമുക്ക് സംഘാടക സമിതിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. സൈഫ് ചോദിച്ചതുപോലെ തന്നെ ഇവിടുത്തെ അതായത് എത്രത്തോളം ശക്തി പ്രകടനം എത്രത്തോളം ഇതാവുമെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, 1,00,000-ലധികം ആളുകളെ തന്നെയാണ് കൊല്ലത്തേക്ക് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന ഒരുക്കമെന്ന് പറയുന്നത് തന്നെ റെഡ് വോളണ്ടിയർ മാർച്ചിൽ തന്നെ കൊല്ലം ജില്ലയിൽ നിന്നുള്ള 25,000-ലധികം ആളുകളാണ് റെഡ് വോളണ്ടിയർ മാർച്ചിൽ പോലും പങ്കെടുക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. 3 മണിയോടുകൂടെ റെഡ് വോളണ്ടിയർ മാർച്ച് ആരംഭിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, 5 മണിയോടുകൂടെ പൊതുസമ്മേളനം ആരംഭിക്കും. അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് സംഘാടക സമിതിയിൽ നിന്ന് അറിയുന്നത്. പല ഭാഗത്ത് നിന്നായിട്ട് പ്രവർത്തകർ പ്രകടനമായി ഇവിടേക്ക് എത്തുകയും ഈ ആശ്രമ മൈതാനിയിൽ ഒരുമിച്ച് കൂടുകയും ചെയ്യും. ആശ്രമ മൈതാനിയിലെ സീതാറാം യെച്ചൂരി നഗറിൽ 5 മണിയോടുക്ക് ശേഷമായിരിക്കും പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യുക. തുടർന്നായിരിക്കും പൊതുസമ്മേളനം നടക്കുക. പൊതുസമ്മേളനത്തോട് ചേർന്നുകൊണ്ട് ലക്ഷങ്ങൾ അണിനിരക്കുന്ന ഒരു ശക്തി പ്രകടനം തന്നെയായിരിക്കും മാറുക. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്ക് ശേഷം കൊല്ലം ഒരുപക്ഷെ ഒരു ചെങ്കടലായി മാറുമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. സൈഫുദ്ദീൻ.